ഹായ് സ്റ്റുഡൻസ്. നമ്മൾ ഹിന്ദിയുടെ ബേസിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2 വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണ എല്ലാ കുട്ടികളും ചെറിയ ക്ലാസ് മുതൽ മുതിർന്ന ക്ലാസ്സുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ അറിഞ്ഞുകൂടാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, ശരീർ കെ അംഗ് കാ നാം, പാർട്സ് ഓഫ് അവർ ബോഡി. അപ്പോൾ അത് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമുക്കത് അറിഞ്ഞിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചോദ്യമായിട്ടോ അല്ലെങ്കിൽ 10 മാർക്കിന് അങ്ങനെ ചോദിക്കുന്നൊന്നുമല്ല. പക്ഷേ ഇത് വൺ ഓഫ് ദ ബേസിക് ഫാക്ടേഴ്സ് വി മസ്റ്റ് നോ ആസ് എ സ്റ്റുഡൻറ്. ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ല, ആദ്യം വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ തല. അതിന് ഹിന്ദിയിൽ പറയുന്ന സിർ എന്ന് പറയും. സിർ എന്ന് ചിലപ്പോൾ സർ എന്നും പറയാറുണ്ട്. സിർ ആണ് ശരിക്കുള്ള ഇതെന്ന് പറയുന്നത്, തലയ്ക്ക് പറയുന്നത്. പിന്നെ തലമുടിക്ക് പറയുന്നത് ബാൽ എന്നാണ്. തലമുടിക്ക് ഹിന്ദിയിൽ പറയുന്നത് ബാൽ. പിന്നെ നെറ്റിക്ക് പറയുന്നത് ഫാൽ. ഭാരത് എന്നുള്ള ഭായും ലായും ഫാൽ. ഫാൽ എന്നുള്ള അതിന് നെറ്റി എന്നും പിന്നെ കുന്തം എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെ സ്പിയർ, കുന്തം എന്നുള്ള അർത്ഥമുണ്ട്. അതേസമയം ഭാലു എന്നാണ്, നമ്മുടെ ഭാലിന് പകരം പാലു എന്നാണ് എഴുതി വയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം കരടി എന്നായി പോകും. അപ്പോൾ ഒരു ചിഹ്നം വരുമ്പോഴേക്കും അർത്ഥവ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഭാൽ, നെറ്റിത്തടത്തിന് പറയുന്നത് ലലാട്ട് എന്നാണ്. ആദ്യത്തെ ലലാട്ട്, നെറ്റിത്തടം അതിന് പറയുന്നത്. ഇനി പുരികം, അതിന് പറയുന്നത് ഫ്രികുടി എന്നാണ്. ഫ്രികുടി, ഭാരത് എന്നുള്ള ഭായും ഈറടയാളവും പിന്നെ ഊടയാളം, ആദ്യത്തെ വലസേരോളി, ഫ്രികുടി, അതിന് പറയുന്നത് പുരികം എന്നാണ്. അതുപോലെ തന്നെ മൂക്കിന് ഹിന്ദിയിൽ പറയുന്ന നാക്ക് എന്നാണ്. മൂക്കിന് ഹിന്ദിയിൽ പറയുന്ന നായും ആദ്യത്തെ കായും നാക്ക്. നാക്കിന് ഹിന്ദിയിൽ പറയുന്ന ജീഫ് എന്നാണ്. വലസേരുവള്ളി, ഭാരത് എന്നുള്ള ജീഫ്, നാക്ക്. അപ്പോൾ ഈ നിങ്ങൾക്ക് അക്ഷരം, ഞാൻ ആദ്യമേ പറഞ്ഞു, അക്ഷരങ്ങൾ മനസ്സിലാക്കേണ്ടത് കൺഫ്യൂഷനുള്ളത് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ബൈഹാർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ. പിന്നെ കവിളിന് പറയുന്നത് ഗാൽ എന്നാണ്. കവിൾ, ഗാൽ. പിന്നെ തൊണ്ടയ്ക്ക് പറയുന്നത് ഗല. തൊണ്ട, കഴുത്ത് എന്നൊക്കെ ഉള്ളതിൻ്റെ വാക്ക് എന്ന് പറയുന്നത് ഗല എന്നുള്ളതാണ്. അതേസമയം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇതിൻ്റെ അർത്ഥമായിട്ട് അല്ലെങ്കിലും ഈ ഗലി എന്ന് പറഞ്ഞാൽ അർത്ഥം തെരുവെന്നാണ്. ഗലി, ഗല കഴുത്ത്, പക്ഷേ ഗലി തെരുവ്. അതുപോലെ തന്നെ ഗോലി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഹിന്ദിയിൽ, ഗോലി. അതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ബുള്ളറ്റ്, വെടിയുണ്ട. മറ്റൊന്ന് ടാബ്ലറ്റ് എന്ന് പറയും. ഗുളികയ്ക്ക് പറയുന്നതും ഗോലി എന്നാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതുപോലെ തന്നെ ഗാലി എന്നൊരു വാക്കുണ്ട്. ഗാലി ദേന മീൻസ് ടു സ്കോൾഡ്, വഴക്ക് പറയാനുള്ള അർത്ഥമാണ്. മനസ്സിലായി? അപ്പോൾ ഗാൽ എന്ന് പറഞ്ഞാൽ കവിള്, ഗലി എന്ന് പറഞ്ഞാൽ തെരുവ്, പിന്നെ ഗല എന്ന് പറഞ്ഞാൽ തൊണ്ട, ഗോലി എന്ന് പറഞ്ഞാൽ വെടിയുണ്ട, അല്ലെന്നുണ്ടെങ്കിൽ ഗുളിക എന്നുള്ള. അപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. തുടക്കം, ഉച്ചാരണം ഒരുപോലെ, തുടക്കം അക്ഷരങ്ങളൊക്കെ ഒരുപോലെയാണെന്നുണ്ടെങ്കിലും ചിഹ്നങ്ങൾ ഇട്ട് വരുമ്പോഴേക്കുണ്ടാകുന്ന വ്യത്യാസമാണ് ഞാനീ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് മോണയ്ക്ക് പറയുന്നതാണ് മസൂഡ. ഹിന്ദിയിൽ പറയുന്ന മോണ, മസൂഡ എന്ന് പറയും. അണ്ണാക്കിന് പറയുന്നത് താലു. അണ്ണാക്കിന് പറയുന്നത് താലു, ആദ്യത്തെ താലു. പിന്നെ കൈക്ക് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന വാക്കാണ് ഹാത്ത്. കൈ, രണ്ടാമത്തേതാണ് ഹാത്ത്. അതേസമയം പല സ്ഥലം ഒരു വള്ളിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അർത്ഥം മാറും. ഹാത്തി എന്ന് പറഞ്ഞാൽ ആന എന്നുള്ള അർത്ഥമാണ്. മനസ്സിലായല്ലോ? ഹാത്തി, ആന, കൊമ്പനാന. മറ്റേ ഹതിനി എന്നാണ് പറയുന്നത്, പിടിയാനയ്ക്ക്. ഇപ്പോൾ നമ്മൾ പൊതുവെ എലഫന്റ് എന്ന് പറയുമല്ലോ, അപ്പോൾ ആനയ്ക്ക് ഇടണമല്ലോ. പക്ഷേ എലഫന്റ് എന്ന് പറയുന്നത് പെണ്ണാനയാണ്. ടസ്കർ ആണ് അതിൻ്റെ ഇംഗ്ലീഷ്, കൊമ്പനാനയ്ക്ക് പറയുന്നത് ടസ്കർ. അപ്പോൾ ഹാത്ത്, കൈ. പിന്നെ ഹതേലി എന്ന് പറഞ്ഞാൽ കൈത്തലം, നമ്മുടെ ഉള്ളം കൈനെ പോലെയാണ് ഹതേലി എന്നാണ് പറയുന്നത്. പിന്നെ കാലിന് 2 വാക്കുകളുണ്ട്. പയർ എന്ന് പറഞ്ഞാലും പാവ് എന്ന് പറഞ്ഞാലും അർത്ഥം എന്ത് തന്നെ, പിന്നെ കാൽ എന്നുള്ള അർത്ഥം തന്നെയാണ്. പിന്നെ ഒന്ന് പറയാൻ വിട്ടുപോയി, മുഖത്തിന് നമ്മൾ മുഖ് എന്ന് പറയും, ചെഹര എന്നും പറയും. മനസ്സിലായല്ലോ? മുഖ് അല്ലെങ്കിൽ ചെഹര, മുഖത്തിന് പറയുന്നു. പിന്നെ ഉങ്കലി എന്ന് പറഞ്ഞാൽ വിരൽ, ഉങ്കലിയാം വിരലുകൾ, ഉങ്കലി, ഉങ്കലിയാം.
അതുപോലെ അങ്കുലി എന്ന് പറഞ്ഞാൽ തള്ളവിരലിന് പറയുന്നതാണ് അങ്കുലി എന്നാണ് പറയുന്നത്, തള്ളവിരൽ. അതുപോലെ അനാമിക മോതിരവിരലിന് പറയുന്നതാണ് അനാമിക എന്നാണ് മോതിരവിരലിന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കാനി അങ്കുലി എന്ന് പറഞ്ഞാൽ ചെറുവിരലിന് പറയുന്നതാണ് കാനി. ആദ്യത്തെ കാനി അങ്കുലി എന്ന് പറഞ്ഞാൽ ചെറുവിരലിന് പറയുന്നതാണ് കാനി അങ്കുലി. ഇനി സീന അല്ലെങ്കിൽ ഛാത്തി, രണ്ടാമത്തെ ഛാത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം നെഞ്ച്. സീന എന്ന് പറഞ്ഞാൽ നെഞ്ച് എന്നാണ്. ഇനി ഉപ്പുകുറ്റിക്ക് ഹീലിന് നമ്മൾ പറയുന്നത് സ്വരാക്ഷരം എയും എസ് പോലത്തെ ഡ വലത് സെലവള്ളി എഡി എന്നാണ് പറയുന്നത്. ഏതാ ഉപ്പുകുറ്റിക്ക് പറയുന്നത്. പിന്നെ കണ്ണിന് പറയുന്നത് ആങ്ക്, കണ്ണ്. അതുപോലെ തന്നെ കൃഷ്ണമണിക്ക് പറയുന്നത് പുത്തലി എന്നാണ് പറയുന്നത്. അതുപോലെ പുത്തലിക്ക് പാവ എന്നുള്ള ഒരു അർത്ഥമുണ്ട്, പുത്തലി. പക്ഷെ ഇവിടെ ആങ്കോംകി പുത്തലി എന്ന് പറഞ്ഞ അർത്ഥം കൃഷ്ണമണി എന്നുള്ളതാണ്. പിന്നെ ചുണ്ടിന് 2 വാക്കുകളുണ്ട്. ഓണ്ട് എന്നും ഹോണ്ട് എന്ന് പറഞ്ഞാലും ചുണ്ട് തന്നെയാണ്. സ്വരാക്ഷരം ഓ കുത്ത് പൂജ്യണ്ട. അതുപോലെ തന്നെ ഹ ഹോ കുത്ത് പൂജ്യണ്ട. അപ്പൊ ഹോണ്ട് ഓണ്ട് രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, ചുണ്ട്. പിന്നെ പല്ലിന് പറയുന്നത് ദാന്ത്, മൂന്നാമത്തെ ദ ദീർഘം ചന്ദ്രകലയും കുത്തും തായ്, ദാന്ത്. പിന്നെ വായ്ക്ക് പറയുന്നത് മൂഹ് എന്നാണ്, മൂഹ്. ചിലപ്പോൾ സംസാര ഭാഷയിലൊക്കെ മുഖത്തിനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്, എന്നാലും മൂഹ് എന്നാണ് പറയുന്നത്, മനസ്സിലാവും. പിന്നെ ആന്ത്, ചന്ദ്രകലയും കുത്തും ആദ്യത്തെ ആന്ത് കുടലിന് പറയുന്ന വാക്കാണ് ആന്ത്, ഹിന്ദി ആന്ത്. പിന്നെ തോളിന് പറയുന്നത് കന്ധ, കന്ധ നായുടെ പകുതിയും ധൻ എന്നുള്ള തായുടെ ചേർത്ത് കന്ധ എന്ന് പറയുന്നതാണ് തോള് എന്ന് പറയുന്നത്, ഷോൾഡർ. പിന്നെ നമ്മുടെ ഇടുപ്പ്, അതിന് പറയുന്നതാണ് കമർ, മനസ്സിലായി, കമർ. അതേസമയം കമർ തോട് മേഖലക്കരണം എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുന്നുള്ളതാണ് ആ യൂസേജിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ കോഹുനി അത് കൈമുട്ടിന് പറയുന്നതാണ് കോഹുനി എന്നാണ് പറയുന്നത്. കഴുത്തിന് പറയുന്നത് ഗർദൻ എന്നൊരു വാക്കുകളുണ്ട്, കഴുത്ത്, ഗർദൻ. പിന്നെ രക്തത്തിന് പറയുന്നത് ഖൂൻ എന്നും പറയും, രണ്ടാമത്തെ ഇഖ അത് കഴിഞ്ഞ് ദീർഘം ഖൂൻ. അതുപോലെ തന്നെ ലഹു എന്നും പറയും. ഇപ്പൊ ഖൂന് വേറെ ഇത് കൂടെ ഉണ്ട്. അപ്പൊ ഖൂൻ രക്തം എന്ന് പറഞ്ഞു, പക്ഷേ ഖൂൻ കർണ എന്ന് പറഞ്ഞാൽ അർത്ഥം കൊല്ലുക എന്നുള്ളതാണ്, കൊലപാതകം നടത്തുക എന്നുള്ളതാണ്. ഖൂനി എന്ന് പറഞ്ഞാൽ കൊലപാതകം, മനസ്സിലാവും. അപ്പൊ ആ അർത്ഥം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഖൂനി ഇപ്പൊ നമ്മൾ ഖാന എന്ന് പറയുന്നത് ആഹാരം, അതേസമയം ഖാന എന്ന് പറഞ്ഞ അർത്ഥം ആഹാരം കഴിക്കുക എന്നുള്ളതാണ്, അല്ല ആഹാരം എന്നല്ല. ഖാന വരുമ്പോഴേക്കും ടു ഈറ്റ് ഫുഡ് എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ വരുന്നത് ഖോപ്പടി എന്ന് പറഞ്ഞാൽ തലയോട്ടിക്ക് പറയുന്നതാണ് ഖോപ്പടി, തലയോട്ടി, സ്കൾ. നമ്മുടെ തുടയ്ക്ക് പറയുന്നത് ജാങ്ക് എന്നാണ്, ചന്ദ്രക്കലയും കുത്തും ഇഖ ഗ ഖ, ഖർ എന്നുള്ളതിന്റെ ജാങ്ക് എന്ന് പറയുന്നത് തുട എന്നാണ്. പിന്നെ കരളിന് പറയുന്നത് ജിഗർ എന്നാണ്, മനസ്സിലായി, ജിഗർ, കരൾ. പിന്നെ തലച്ചോറിന് പറയുന്നത് ദിമാഗ്, തലച്ചോറ്. പിന്നെ ബുദ്ധി എന്നുള്ള അർത്ഥത്തിലൊക്കെ ഈ സംസാരത്തിലൊക്കെ വരാറുണ്ട്, പക്ഷെ ദിമാഗ് എന്ന് പറയുന്നത് തലച്ചോറിന്റെ വാക്കാണ് ദിമാഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന 30 0 ഡായും അത് കഴിഞ്ഞ് യെസ് ഡ, പിന്നെ അകത്തോട്ട് വളഞ്ഞ ഠ. എല്ലാ ഠായിട്ട് വരുന്നതാണ്. നടുക്കൊരു ചിഹ്നവും കാണും, എൻ്റെ ഇടയ്ക്ക് ഹൽ ചിഹ്നം എന്ന് പറയുന്നത്. 30 എന്ന് പറഞ്ഞാൽ അർത്ഥം താടി, 30 എന്ന് പറഞ്ഞാൽ താടി. ഇനി ഉള്ളം കാലിന് പറയുന്നത്, നമ്മൾ കൈത്തലത്തിന് പറഞ്ഞില്ല, ഉള്ളമേക്ക് വരുന്ന ഹതേലി, ഉള്ളം കാലിന് പറയുന്നത് തൽവ എന്നാണ്, തൽവ. ഇനി അടുത്ത ഞരമ്പിന് പറയുന്നത് നസ്, ഞരമ്പ്, വെയിൽ എന്നുള്ള അർത്ഥം. പിന്നെ പൊക്കിളിന് പറയുന്നത് നാഫി എന്നാണ് പറയുന്നത്, പൊക്കിളിന്. അതുപോലെ ബരൗനി, ബരൗനി എന്ന് പറഞ്ഞ അർത്ഥം കൺപീലിക്ക് പറയുന്ന ഹിന്ദി വാക്കാണ് ബരൗനി. പിന്നെ ഫേഫഡ, രണ്ടാമത്തെ ഉണ്ടല്ലോ, അത് മുകളിൽ വരാം, വീണ്ടും ഫേഫഡ എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്വാസകോശം എന്നാണ് അർത്ഥം, ഫേഫഡ. പിന്നെ മുട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം മുഷ്ടി എന്നുള്ള അർത്ഥം, മുട്ടി. രണ്ടും ആദ്യത്തെ ടാവിനാണ്, വലയ സെലവള്ളിയും 2 ടാവിന്റെ ഇടയ്ക്ക് ഹൽച്ചിന് ഒരു വെട്ട് ഉണ്ട്, മുട്ടി എന്ന് പറയുന്നത്. പിന്നെ ഹഡ്ഡി, അതും 2 ഡായും വലയ സെലവള്ളി ഇടയ്ക്ക് ഹൽച്ചിന്. ഹഡ്ഡി എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ല്, ഹഡ്ഡിയാൻ തോൽവി എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലൊടിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത്, അത് ഹഡ്ഡി എന്ന് പറയുന്നത്. പിന്നെ വാരിയലിന് പറയുന്നതാണ് പസലി, വാരിയലിന് പറയുന്നത്
പസലി. ബാഹു കൈ, കൈക്ക് മറ്റൊരു വാക്കാണ് ബാഹു എന്ന് പറയുന്നത്. പിന്നെ മൂച്ച് എന്ന് പറയുന്നത് ചന്ദ്രകലയും കുത്തും, രണ്ടാമത്തെ മൂച്ച് മീശയ്ക്ക് പറയുന്നതാണ് മൂച്ച് എന്ന് പറയുന്നത്. പിന്നെ മടിത്തട്ടിന് പറയുന്നതാണ് ഗോദ് എന്ന് പറയുന്നത്, മടിത്തട്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഗാൽ എന്ന് പറഞ്ഞാൽ കൗൾ എന്ന് പറയുന്നത്, പക്ഷേ റിലേറ്റ് ചെയ്ത ഒരു 3-4 വാക്ക് ഇതുമായിട്ട് ബന്ധം വരുന്നതല്ല, പാർട്ട് ഓഫ് ദി ബോഡിയിൽ വരുന്നതല്ല. ഇപ്പോൾ ഗലി, നമ്മൾ നേരത്തെ ഗല തൊണ്ട എന്ന് പറഞ്ഞു, ഗാൽ കൗളെന്ന് പറഞ്ഞു, പക്ഷെ ഗലി എന്ന് പറഞ്ഞാൽ അർത്ഥം തെരുവ് എന്നുള്ള അർത്ഥമാണ് ഗലി. അതുപോലെ ഒരു റിസോണൻസ് ഉള്ള വാക്കാണ് ഗോലി എന്ന് പറഞ്ഞത്. ഗോലി എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ടാബ്ലറ്റ് എന്നുള്ള അർത്ഥം, ഗുളിക എന്നുള്ള അർത്ഥമുണ്ട്, വെടിയുണ്ട എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഗോലി ഖാത്തർ മനാണെങ്കിൽ വെടിയുണ്ടേറ്റ് മരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പിന്നെ ഇതൊന്ന് നമ്മൾ മാറ്റിപ്പോയാൽ ഇപ്പം ഹാത്ത് എന്നുള്ളതിന് വളരെ കഴിഞ്ഞാൽ ഹാത്തി എന്നായി പോകും. അപ്പം അങ്ങനെയുള്ള ചില കാര്യം. അപ്പം ഇതാണ് പ്രധാനമായിട്ട് നമ്മുടെ ശരീരവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. അതിൽ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, കുറേ നിങ്ങൾക്ക് പിന്നെ അറിഞ്ഞുകൂടാത്തതുണ്ടാകും. പക്ഷെ ഇത് ഞാൻ പറയാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പക്ഷേ നിങ്ങളിപ്പം 10 ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിലോ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ട്യൂഷനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികൾ ചോദിക്കുമ്പോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാതെ വരുത്. നമ്മൾ ഇപ്പം തല, മുഖം, കണ്ണ് ഇങ്ങനെയൊക്കെ ഉള്ളത് വെക്കണം. അപ്പോൾ വാരിയിൽ എന്ത് പറയും, അല്ലെന്നുണ്ടെങ്കിൽ മോതിരവിൽ എന്ത് പറയും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ഇതുള്ളത്. പിന്നെ കുറച്ച് വാക്കുകൾ, കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സും പിന്നെ കുറച്ച് സിമിലർ ആയിട്ടുള്ള, അത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സംസാര ഭാഷയിലും ഒക്കെ വരുന്ന നിത്യേന വരുന്ന കാര്യങ്ങളിലുള്ളതാണ്. ഒന്ന്, നമ്മളിപ്പോൾ കോൻ എന്ന് പറഞ്ഞാൽ കോൻ, അതിൻ്റെ അർത്ഥം മലയാളം ആര് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആര് എന്നുള്ളതിന് പറഞ്ഞാൽ തും കോൻ ഹോ, നിങ്ങൾ ആരാകുന്നു എന്നുള്ളത്, അത് കോൻ. പിന്നെ വരുന്നത് എവിടെ എന്നുള്ളതിൻ്റെ വാക്ക്, ഹിന്ദി വാക്ക് കഹാം. ചന്ദ്രകലയും കുത്തുമാണ്. ആ ചന്ദ്രകലയും കുത്തുകൾ കഹ എന്നായിട്ടു, പറഞ്ഞു എന്നായിട്ടു. കഹ എവിടെ, മനസ്സിലായാലും വെയർ എന്നുള്ള അർത്ഥമാണ്. പിന്നെ എന്ത് എന്നുള്ളത് വാട്ട്, അതിന് പറയുന്നത് ക്യാ എന്നാണ്. ഈ ക്യാ ഹേ, വാട്ട് ഈസ് ദിസ്, മനസ്സിലായാലും ക്യാ. പിന്നെ എന്തിന്, ഇപ്പോൾ വൈ എന്ന് നമ്മൾ ചോദിക്കില്ല, ക്യൂം, കായുടെ പകുതിയും യാ പിന്നെ ക്യാ ആ ദീർഘം എടുത്തിട്ട് മുകളിൽ വരെയും കുത്തും, ക്യൂം. അതുമായിട്ട് വരുന്നതാണ് ക്യോം കി, എന്തുകൊണ്ടെന്നാൽ, ബിക്കോസ് എന്നുള്ള അർത്ഥം. ക്യോം കി, എന്തുകൊണ്ടെന്നാൽ. പിന്നെ എപ്പോൾ എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്കാണ് കബ്, അല്ലെങ്കിൽ കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ, അതിൻ്റെ അർത്ഥം കബ്. ദെൻ കൈസെ, എങ്ങനെ. കൈസെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ കൈസെ, എങ്ങനെ. പിന്നെ ജബ്, എപ്പോൾ. ജബ് എപ്പോൾ, അതിൻ്റെ ഓപ്പോസിറ്റാണ് തബ്, അപ്പോൾ. ജബ്, അതേസമയം ജബ് തബ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ അപ്പോൾ, രണ്ടും വരുമ്പോഴത്തേക്ക് ജബ് തബ്. ഇനി ഇവിടെ എന്നുള്ളതിൻ്റെ വാക്കാണ് യഹാം. യഹാം കോൺ ഹേ, ഹിയർ. അതിൻ്റെ ഓപ്പോസിറ്റാണ് വഹാം, ദേർ. ഹിയർ ആൻഡ് ദേർ, ഇവിടെ അവിടെ എന്നൊക്കെ പറയുന്നത് വഹാം, അവിടെ. പിന്നെ അതുപോലെ ജഹാം, എവിടെയാണോ, ജഹാം. ജഹാം തൂ ഹേ വഹാം മേ ഹൂ, നീ എവിടെയാണോ അവിടെ ഞാനും ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ ജഹാം. പിന്നെ ജിസ് എന്ന് പറഞ്ഞാൽ ഏത് എന്നുള്ള അർത്ഥമാണ്, ജിസ്, ഏത്. ദെൻ കിസ്ലിയെ, ഫോർ വാട്ട്, എന്തിനു വേണ്ടി, കിസ്ലിയെ എന്നുള്ള അർത്ഥമാണ്. ദെൻ തക് എന്ന് പറഞ്ഞാൽ വരെ എന്ന് പറഞ്ഞാൽ തബ് തക്, അതുവരെ. ജബ് തക്, ഏതുവരെ. അപ്പോൾ അതുവരെ, വരെ എന്നുള്ള മറ്റേ വര അല്ല, വരെ, അതുവരെ എന്നുള്ളതാണ് തക്. പിന്നെ ഫിർ, വീണ്ടും, എങ്കിലും എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട് ഫിറിന്. വീണ്ടും, എങ്കിലും. അത് ഉപയോഗിക്കുന്ന സെന്റൻസുകളും സാഹചര്യം അനുസരിച്ച് പിന്നെ ഡിഫറൻസ് വിൽ ബി ദെയർ. ഓക്കെ, അത് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെൻ ആർ യൂസിങ് ദീസ് സെന്റൻസസ്. ദെൻ സിർഫ്, മാത്രം എന്നുള്ള അർത്ഥം. സിർഫ് ടു, നീ മാത്രം എന്നുള്ള. പിന്നെ ബഹുത്ത്, സ്യാദ എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം എന്നുള്ള അർത്ഥം. ബഹുത്ത് ശരിക്കുള്ളത് പറയുന്നത് ധാരാളം. പിന്നെ ജോ സോ, എന്താണോ അത്. ജോ ഹൈഫൻ സോ, സോയ്ക്ക് ഒരു വരെ ഇടാവും, 2 വരെ ഇട്ടാൽ 100 എന്നായിപ്പോ. അപ്പോൾ ജോ സോ. പിന്നെ ജൈസ, ജൈസ, ജയുടെ മോള് 2 വരെയും സാധനം. ജൈസ മീൻസ് എപ്രകാരം. അതിൻ്റെ ഓപ്പോസിറ്റാണ് വൈസ, അപ്രകാരം. ജൈസ വൈസ എന്ന് പറയുന്നത്, ജൈസ. പിന്നെ അതുപോലെ ഐസ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നാണ് അർത്ഥം, ഐസ. ഇനി അതുപോലെ ചില
തുടങ്ങുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഗല, ഗലി, ഗാൽ, ഗോൽ, സോറി ഇതെന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഡാക്ക് എന്ന് പറഞ്ഞാൽ എഴുത്തെന്നാണ് അർത്ഥം. ഡാക്കിയ പോസ്റ്റ്മാൻ. ഡാക്കു എന്ന് പറഞ്ഞാൽ അർത്ഥം മാറുന്നു കൊള്ളക്കാരൻ, കള്ളൻ എന്നുള്ളത്. ഡക്കൈറ്റി, കൊള്ളയടി. അപ്പം ഇതെല്ലാം ഡാക്കുകാർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ്. അപ്പം ഡാക്ക്, ഡാക്കു, ഡാക്കിയ, ഡാക്ക, ഡാൽന, കൊള്ളയടിക്കുക. തുടക്കമെല്ലാം ഒരുപോലെ ആണെങ്കിലും വരുമ്പോൾ അർത്ഥത്തിന് ചിഹ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇതിന് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലുള്ള വാക്കാണ് ഇസ്സത്ത് എന്ന് പറയുന്നത്. ഈ സ്വരാക്ഷരം ഈയും വ്യഞ്ജനാക്ഷരം ജായുടെ പകുതി ഇജ്ജത്ത് എന്ന് എഴുതുന്നത് നമ്മൾ പറയുന്ന ഇസ്സത്ത് എന്നാണ്. ഇസ്സത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അഭിമാനം, ബഹുമാനം എന്നൊക്കെ ഉള്ളതാണ്. അതേസമയം ഇജാസത്ത് ദേന, ഇജാജത്ത് എന്നെഴുതും. ഇസ്സത്ത് എന്നുള്ള ഇജാജത്ത് എന്ന് എഴുതുമ്പോഴെന്ന് പറഞ്ഞാൽ ടു ഗിവ് പെർമിഷൻ, അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് ഇജാസത്ത് എന്ന് പറയുന്നത്. അതുപോലെ മറ്റാണ് ഇക്രാർ. ഈയും ആദ്യത്തെ ക, ഇക്രാർ എന്ന് പറഞ്ഞാൽ പ്രോമിസ്. ഇക്രാർ കർണ മീൻസ് ടു മേക്ക് പ്രോമിസ്, വാഗ്ദാനം ചെയ്യുക എന്നുള്ള അർത്ഥം ഇക്രാർ. അതേസമയം ഇൻകാർ കർണ എന്ന് പറഞ്ഞാൽ അർത്ഥം ടു റിജക്റ്റ്, നിരസിക്കുക എന്നുള്ളതാണ്. ഇൻകാർ കർണ, നിരസിക്കുക. അതുപോലെ തന്നെ ഇന്തസാർ, നായുടെ പകുതിയും തായും ജാ, ഇന്തസാർ, കാത്തിരിക്കുക എന്നുള്ള അർത്ഥം. ഇന്തസാർ കരു, എനിക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇബാദത്ത്. ഇബാദത്ത് മീൻസ് പ്രാർത്ഥനയ്ക്ക് പറയുന്നതാണ് ഇബാദത്ത്, മനസ്സിലാവുമല്ലോ? ഇബാദത്ത്, പ്രാർത്ഥന. പിന്നെ അതുപോലെ തന്നെ സാസ്, സാ മുകളിലൊരു കുത്ത്, സാസിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് അമ്മായിയമ്മ എന്നുള്ള അർത്ഥം സാസ്. അതേസമയം ഞാൻ പറഞ്ഞ കുത്ത് മാത്രമല്ല, അതേസമയം ചന്ദ്രകലയും കൂടെ കുത്തും കൂടെ വരികയാണെങ്കിൽ സാംസ് എന്ന് പറഞ്ഞ അർത്ഥം ശ്വാസം എന്നാണ്. സാംസ് റുദ്ധി, ശ്വാസം നിലച്ചുപോയി. അപ്പൊ സാസ് എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മ, സാംസ് എന്ന് പറഞ്ഞാൽ ശ്വാസം, സസു എന്ന് പറഞ്ഞാൽ അമ്മാവൻ എന്നുള്ള അർത്ഥം, അമ്മായിയച്ഛൻ എന്നൊക്കെ പറയാം, സസു. പിന്നെ ഇത്തരത്തിലുള്ള കുറെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. ഇങ്ങനെ കുറെ വാക്കുകളുണ്ട് നമുക്ക് ഈ ഒരേ രീതിയിൽ വരുന്ന കുറെ വാക്കുകളും കാര്യങ്ങളും. അപ്പൊ ഈ വാക്കുകൾ ഞാനിങ്ങനെ പറയാനുള്ള കാര്യം, ഇതൊക്കെ നമ്മൾ നിത്യേന നമ്മുടെ ഉപയോഗത്തിൽ വരുന്ന. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സംടൈംസ് യു മേ ഹാവ് ടു റൈറ്റ് ഡയറി ഫോർ എക്സാമിനേഷൻ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഇവ എപ്പോഴാണോ വന്ന് ജബ്, അല്ലെങ്കിൽ നമുക്ക് ഡയറി എഴുതുമ്പോൾ ജബ് മെയിം, ഞാനിപ്പോൾ ഡയറി എഴുതാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ അച്ഛൻ വന്നു. അപ്പോൾ നമുക്ക് അവിടെ ജബ് എന്നുള്ളതാണ് എൻ്റെ ജബ് മെയിം ഡയറി ലിഖ്നെ ലഗാ വെൻ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഡയറി ദാറ്റ് ടൈം, അപ്പോൾ തബ് മേരെ പിതാജി ആയ എൻ്റെ അച്ഛൻ വന്നു. അപ്പോൾ ഈ വാക്കുകൾ, ഈ ഇതൊക്കെ ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. നിത്യേന ഉപയോഗിക്കുന്ന കാര്യം. അതുപോലെ തന്നെ പാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. പിന്നെ മറ്റ് ഒന്ന് വരുന്നത് അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറയാണ്, ചിലപ്പോൾ ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം വാർ, അതായത് ആഴ്ചകളുണ്ടല്ലോ, ഫ്രം സൺഡേ ടു സാറ്റർഡേ എന്നുള്ളത്. അതിൽ സൺഡേ എന്ന് പറയുക രണ്ടെണ്ണം ഉണ്ട്. രവിവാർ എന്ന് പറയും, ഇതവാർ എന്ന് പറയും. ഞായറാഴ്ച, രവിവാർ, ഇതവാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ സോമവാർ. നിങ്ങൾക്കറിയാം സോമവാര വ്രതം ഹിന്ദുക്കളുടെ തിങ്കളാഴ്ച വ്രതം. സോമവാർ എന്ന് പറയുന്നത് തിങ്കൾ, മൺഡേ. ദെൻ മംഗൾവാർ, മംഗൾയാൻ അറിയാലോ, ചൊവ്വാഗ്രഹം, മംഗൾവാർ. അതങ്ങനെ ആലോചിക്കാതെ രവിവാർ. പിന്നെ സോമവാരം, സോമവാർ. മംഗൾ, ചൊവ്വയുടെ ആരാധന, ചൊവ്വാഴ്ച, ട്യൂസ്ഡേ. ദെൻ ബുധവാർ, വെനസ്ഡേക്ക്, ബുധനാഴ്ച പറയുന്ന ബുധവാർ. ദെൻ ഗുരുവാർ, അത് വ്യാഴാഴ്ചക്ക് ഗുരുവാർ എന്ന് പറയും, ബൃഹസ്പതിവാർ എന്നും പറയും. ക്ലിയർ? ദെൻ ശുക്രവാർ, ഫ്രൈഡേ. ദെൻ ശനിവാർ. അപ്പോൾ ഇതവാർ ഓർ രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. ഓക്കെ. പിന്നെ മറ്റേത് നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഏറെക്കുറെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ആ ഒരു തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വളരെ കുറച്ച് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് പാർട്ട് ഓഫ് ദ ബോഡി, ഐ ഓൾറെഡി മെൻഷൻ. ദെൻ നിങ്ങൾക്ക് അത് വീണ്ടും കേൾക്കുമ്പോൾ അക്ഷരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ വേറെ പറഞ്ഞിട്ട് നിങ്ങളത് എഴുതുമ്പോൾ ആ അക്ഷരങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അക്ഷരം കുറെ കൂടെയൊക്കെ തറവാകും. അപ്പോൾ നിങ്ങൾക്കിത് ഒന്നോ രണ്ടോ തവണയൊക്കെ നിങ്ങളിത് കാണുമ്പോഴേക്കും നിങ്ങൾക്കിത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മനസ്സിലാവും. ഞാൻ ഈ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളും ഇത് മാക്സിമം ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ
ഇനിയിപ്പം ഇങ്ങനെ കുറച്ച് ഇടയ്ക്ക് മുറയ്ക്ക് ഇങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഓരോ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള പോലെ പിന്നെ പാഠങ്ങളൊക്കെ ചിലപ്പോൾ 8ാം ക്ലാസ്സിനുള്ള പാഠം, ചിലപ്പോൾ അതിന് 9ൻ്റെ അങ്ങനെ ഉള്ളവർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച്.